സ്റ്റാഫ് റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല അവർ ചെന്നപ്പോൾ. സർ, എന്തിനാ എന്നെ വിളിച്ചേ? അച്ചു ജോണിനോട് ചോദിച്ചു. താൻ ആദ്യം ഇവിടെ ഇരിക്ക്. അവൾ ഇരുന്നതും അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു നിന്നു. എനിക്ക് അമ്മച്ചിയും ഒരനിയനും മാത്രമേ ഉള്ളൂ. അനിയന് നിനക്കും വാമിക്കും അറിയാം, ക്രിസ്റ്റി. ക്രിസ്റ്റിയുടെ ഏട്ടനാണോ സാറ്? അതെ, ക്രിസ്റ്റിയുടെ ഏട്ടനാണ്. അച്ചു, എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ എന്നോ? എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ്. പക്ഷേ സാറ് ക്രിസ്ത്യാനിയല്ലേ, ഞാൻ ഹിന്ദുവും. അപ്പോൾ നമ്മുടെ വീട്ടുകാർ നമ്മുടെ വിവാഹത്തിന് സമ്മതിക്കുമോ? ഞാൻ കണ്ണേട്ടനോട് ചോദിച്ചു. കണ്ണേട്ടനോട് എങ്ങനെ? അർജുൻ എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് കോളേജിൽ പഠിച്ചത്. അപ്പച്ചൻ ഹിന്ദു ആയിരുന്നു. അമ്മച്ചിയെ വിവാഹം കഴിച്ചതോടെ അപ്പച്ചൻ്റെ വീട്ടുകാർ പടിയിറക്കി. ക്രിസ്റ്റിക്ക് 2 വയസ്സായപ്പോഴാണ് അപ്പച്ചൻ അറ്റാക്ക് വന്ന് മരിച്ചത്. പിന്നെ അമ്മച്ചിക്കും ക്രിസ്റ്റിക്കും വേണ്ടി ഞാൻ നന്നായി പഠിച്ചു. അച്ചു ജോണിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഇനി പൊയ്ക്കോ, ജോൺ പറഞ്ഞു. അച്ചു ക്ലാസ്സിലേക്ക് വന്നതും വാമിയോട് ജോൺ സാർ പറഞ്ഞതൊക്കെ വിശദീകരിച്ചു പറഞ്ഞു. ഉച്ചയായപ്പോൾ ക്രിസ്റ്റിയും ലിസിയും വാഗമരച്ചോട്ടിലേക്ക് പോയി. ഡാ കിച്ചു, നീ ഇതെങ്ങനെ സെറ്റാക്കിയേ? അതൊക്കെ ഞാൻ സെറ്റാക്കി. നമ്മുടെ ക്യാൻറ്റീൻ്റെ പിറകുവശത്തൊരു വാഴയുണ്ടായിരുന്നു. അതിൽ നിന്നും ഒരില പറിച്ചു, അത്രേ ഉള്ളൂ. നീ അതൊക്കെ ഒന്ന് ഇട്ടേ, വിശന്നിട്ട് കണ്ണ് കാണാൻ പാടില്ല. നിക്കടാ. എല്ലാവരുടെയും ഫുഡ് ആ വാഴയിലേക്കിട്ടു. ഡാ, ഫോൺ അലോഡല്ല, ഒന്ന് പോയേ. വാ, നമുക്ക് സെൽഫി എടുക്കാം. കർത്താവേ, ഇച്ചൻ. കിച്ചു വേഗം ഫോൺ പോക്കറ്റിലിട്ട് ഡീസൻ്റ് ആയിരുന്നു. ഇതെന്താ എല്ലാവരും ഇവിടെ? ഒരു മാറ്റം ആരാ ആഗ്രഹിക്കാത്തത്? ഇച്ച, അയ്യോ സോറി സർ. ജോൺ അച്ചുവിനെ നോക്കി. അച്ചു ജോണിനെയും നോക്കി. അതെ, കണ്ണും തമ്മിൽ പിന്നെ നോക്കാം. ഇപ്പോൾ കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല. സാർ കഴിച്ചോ? അച്ചു ചോദിച്ചു. കഴിച്ചു. അടുത്ത പീരീഡ് എൻ്റെയാണ്. അത് കേട്ടതും കഴിച്ചുകൊണ്ടിരുന്ന ക്രിസ്റ്റി ചുമയ്ക്കാൻ തുടങ്ങി. കിച്ചു, നീ ലൈബ്രറിയിലേക്ക് എങ്ങാനും പോയാ? ഇല്ല സാർ, ഞാൻ ഉണ്ടാവും ക്ലാസ്സിൽ. കോളേജ് വിട്ട് വാമിയും അച്ചുവും സ്ഥിരം പോവാറുള്ള തട്ടുകടയിൽ കയറി. ഇന്ന് അർജുന് തിരക്കായതിനാൽ അവരോട് ബസ്സിൽ പോവാൻ പറഞ്ഞു. ബസ് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ക്രിസ്റ്റിയും ലിസിയും അവരുടെ കൂടെ കൂടി. കഴിച്ചു കഴിഞ്ഞ് വാമിയും അച്ചുവും ബസ് സ്റ്റോപ്പിലേക്ക് ലക്ഷ്യമാക്കി നടന്നു. വാമി റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് വാമിയുടെ ചെരുപ്പ് പൊട്ടി താഴേക്ക് വീഴാൻ പോയത്. വാമി! അച്ചു കണ്ണടച്ച് നിന്നു. അച്ചു? ജോൺ സർ. വാമിക്ക് ഒന്നുമില്ല, കൈ ഒന്ന് മുറിഞ്ഞിട്ടുണ്ട്. വാമി വാ, ആശുപത്രിയിലേക്ക് പോകാം. കിച്ചു, അതിൻ്റെ ആവശ്യം? ഇച്ച, അർജുനേട്ടനെ വിളിച്ചു പറയണ്ടേ? ഞാൻ പറഞ്ഞോളാം. ജോൺ അർജുനെ വിളിച്ചു. മച്ചു, എന്താടാ പതിവില്ലാത്തൊരു വിളി? അത് അർജുൻ. എന്താടാ നിന്റെ സൗണ്ടിനൊരു മാറ്റം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ? അത് വാമിക്ക് ആക്സിഡൻറ്റ് പറ്റി. എന്ത്? എൻ്റെ വാമിക്ക് എന്ത് പറ്റി? ഡാ പേടിക്കണ്ട, കൈമുട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട്. ഇനി ആശുപത്രി പോയാലേ എന്തെങ്കിലും അറിയാൻ പറ്റൂ. നീ ടെൻഷൻ ആവാതിരിക്ക്. ഞാൻ ദേ വരുന്നു. വാമി ബെഡിൽ കണ്ണടച്ച് കിടക്കുവാണ്. കിച്ചു, അച്ചു, നിങ്ങൾ രണ്ടുപേരും വാമിക്ക് കൂട്ടിരിക്കുക. ഞങ്ങൾ ഡോക്ടറുടെ അടുത്തേക്ക് പോയി വരാം. ശരി ഇച്ച. ഡോക്ടർ? ഇരിക്കൂ. പേടിക്കാനൊന്നുമില്ല, കൈമുട്ടൊന്ന് മുറിഞ്ഞിട്ടേ ഉള്ളൂ. കൈ അധികം അനക്കരുതെന്ന് പറയണം. ഓക്കെ ഡോക്ടർ, ഞാൻ വേദന മാറാനുള്ള മെഡിസിൻ തരാം. ജോണും അർജുനും റൂമിലേക്ക് ചെന്നപ്പോൾ കണ്ടത് കിച്ചുവിനോടും അച്ചുവിനോടും ചിരിച്ചിരിക്കുന്ന വാമിയെയാണ്. ആളിപ്പോൾ ഓക്കെ ആണല്ലോ. വാമി ജോണിനെ നോക്കി പുഞ്ചിരിച്ചു. അപ്പോഴാണ് വാമി അർജുനെ കണ്ടത്. കണ്ണേട്ടാ. വാമി പതിയെ എണീറ്റിരുന്നു. ഇപ്പോൾ വേദനയുണ്ടോ വാമി? ഇല്ല കണ്ണേട്ടാ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, വാമി അർജുനോടായി പറഞ്ഞു. കുറച്ച് കഴിഞ്ഞതും വാമിയെ ഡിസ്ചാർജ് ചെയ്തു. കിച്ചു, ലിസി പോയോ? പോയി, അവരുടെ അപ്പച്ചൻ വന്നിട്ടുണ്ട്. ജോൺ സാർ പോട്ടെ? ജോൺ സാറല്ല, കിച്ചു വിളിക്കുന്നത് പോലെ ഇച്ച എന്ന് വിളിച്ചാൽ മതി നീ, കേട്ടല്ലോ? ഓക്കെ ഇച്ച. കിച്ചു ബായ്. ആടി ബായ്. നാളെ കോളേജിലേക്ക് വരേണ്ട, ലീവ് എടുത്തോ, ജോൺ പറഞ്ഞു. അച്ചു ജോണിനെ നോക്കി പോട്ടെ എന്ന് പറഞ്ഞു. ആരും കാണാതെ ജോൺ അച്ചുവിനെ നോക്കി ഉമ്മ കൊടുക്കുന്നത് പോലെ കാണിച്ചു. അച്ചു നാണത്തോടെ മുഖം വെട്ടിച്ചു. അവർ വീട്ടിലെത്തിയതും അടുക്കളയിൽ നിന്ന് ലക്ഷ്മി ഹാളിലേക്ക് വന്നു. എന്താ മക്കളെ ലേറ്റായത്? മക്കളെ കാണാഞ്ഞതുകൊണ്ട് അമ്മ പേടിച്ചുപോയി. അമ്മേ, അത്. അച്ചു വിക്കി പരുങ്ങി നിന്നു. എന്താ അച്ചു? എന്തോ മറക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ല അമ്മേ, ഞങ്ങൾ ആശുപത്രിയിലായിരുന്നു. അർജുൻ പറഞ്ഞത് കേട്ട് ലക്ഷ്മി ഞെട്ടി. ആശുപത്രിയിലോ? എന്താ പറ്റിയത്? എന്തിനാ ആശുപത്രി പോയത്? അർജുൻ വാമിക്ക് ആക്സിഡൻ്റ് ആയ കാര്യം ലക്ഷ്മിയോട് പറഞ്ഞു. ആക്സിഡൻറ്റോ? എന്നിട്ട് എൻ്റെ മോൾക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല ലച്ചമ്മേ, കൈക്ക് മാത്രം ചെറിയ മുറിവ്. അമ്മ അതോർത്ത് വിഷമിക്കണ്ട, ഞാൻ ഫ്രഷായിട്ട് ഇതിപ്പോൾ വരാം.
അപ്പോഴേക്കും എനിക്ക് കഴിക്കാൻ എടുത്തു വയ്ക്ക്, വിശന്നിട്ട് വയ്യ. വാമിക ലക്ഷ്മിയുടെ കവിളിലൊന്ന് മുത്തിക്കൊണ്ട് അവളുടെ റൂമിലേക്ക് പോയി. മതി അമ്മേ, ദേ ഇനി കഴിച്ച വയറ് പൊട്ടും. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, കഴിക്ക്. വാമി അർജുനെ നോക്കിയതും അവിടെയും അതേ ഭാവമായിരുന്നു. കുറച്ച് കഴിച്ച് വാമി റൂമിലേക്ക് പോയി. ഹലോ, നിലാവ് നോക്കി നിൽക്കുവാണോ? അല്ല. ദേഷ്യത്തിലാണോ എൻ്റെ വാമി? ദേ കണ്ണേട്ടാ, കൊഞ്ചാ വരണ്ട, മാറിക്കേ. അർജുൻ വാമിയെ പിടിച്ച് നെഞ്ചോട് ചേർത്തു. അങ്ങനെ വിടില്ല ഞാൻ. വാമി ഒരു പുഞ്ചിരിയോടെ അർജുനെ കെട്ടിപ്പിടിച്ച് നിന്നു. കണ്ണേട്ടാ, അതെ, നമുക്ക് തറവാട്ടിലേക്ക് പോയാലോ? മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഒക്കെ കാണാൻ തോന്നുക. ഓക്കെ, പോവാം. അർജുൻ വാമിയെ നോക്കി പറഞ്ഞു. ശരിക്കും? ഹാ, പോവാന്നേ. അമ്മ ഇന്നലെയും കൂടെ എന്നോട് പറഞ്ഞതേ ഉള്ളൂ. നാളെ എനിക്ക് ലീവാണ്. വാമി സന്തോഷത്തോടെ അർജുൻ്റെ ചുണ്ടുകളിൽ മുത്തി. പിന്നീടാണ് വാമിക്ക് ബോധം വന്നത്. അത് പിന്നെ അപ്പോഴത്തെ സന്തോഷത്തിന് ഉമ്മ വെച്ചതാണ്. വാമി അത് പറഞ്ഞ് മുങ്ങാൻ നോക്കിയതും അർജുൻ വാമിയുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവനോട് അടുപ്പിച്ച് നിർത്തി. കുതിരാതെ ഒതുങ്ങി നിൽക്ക്. അർജുൻ വാമിയുടെ ഇരുമിഴികളിലും അവൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു. ടോപ്പിൻ്റെ ഇടയിലൂടെ അർജുൻ്റെ കരങ്ങൾ വാമിയുടെ ഇടുപ്പിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. വാമി, അച്ചുവിൻ്റെ സൗണ്ട് കേട്ടതും വാമി അർജുനെ തള്ളി മാറ്റി. ഹാ, നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നോ? അച്ചു അർജുനെ നോക്കി. കണ്ണേട്ടൻ എന്താ എന്നെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നത്? അച്ചു നിഷ്കുവായി ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞ അർജുൻ അവിടെ നിന്നും പോയി. ഈ കണ്ണേട്ടനത് എന്തു പറ്റി? വാമിയുടെ പരിങ്ങൾ കണ്ടപ്പോൾ അച്ചുവിന് ഏകദേശം പിടികിട്ടി. നീ വാടി, നമുക്ക് ഫുഡ് കഴിക്കാം. വാമിയുടെ കൈയും പിടിച്ച് അച്ചു ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. ആ, മോളിരിക്ക്. അർജുൻ വാമിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ലച്ചുമ്മ കിടന്നോ? ഞാൻ അടുക്കള വൃത്തിയാക്കാം. എൻ്റെ മോള് പോയി കിടന്നോ. ഈ കൈയും വെച്ച് ഈ പണിക്ക് നിൽക്കണ്ട, അമ്മ ചെയ്തോളാം. ലച്ചുമ്മേ, മോള് ചെല്ല്. ആ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോളെ. അച്ചുവിനോട് കണ്ണേട്ടൻ പറഞ്ഞ കാര്യം നാളെ പറയാം. വാമി അതോർത്ത് അച്ചുവിനെ കെട്ടിപ്പിടിച്ച് കിടന്നു. പിറ്റേന്ന് രാവിലെ, ലച്ചുവമ്മേ. ആ, മോൾ എണീറ്റോ? കുറച്ചുകൂടെ കിടന്നൂടായിരുന്നോ? ലക്ഷ്മി വാമിയുടെ കവിളിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് ചോദിച്ചു. ഇനി കിടന്നാലേ അത് ശരിയാവില്ല ലച്ചുവമ്മേ. ഇന്ന് തറവാട്ടിലേക്ക് പോവേണ്ടതല്ലേ? വാമിയുടെ സന്തോഷം കണ്ടപ്പോൾ ലക്ഷ്മി എതിർത്തൊന്നും പറഞ്ഞില്ല. ലച്ചുവമ്മ ആ ചായക്കപ്പിങ്ങ് തന്നേ, മുട്ടുവേദന ഉള്ളതല്ലേ, കണ്ണേട്ടിന് ഞാൻ ചായ കൊടുക്കാം. ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് അർജുനുള്ള ചായക്കപ്പ് വാങ്ങി വാമി സ്റ്റെയർ കയറി അർജുൻ്റെ റൂമിലേക്ക് പോയി. ഗോവിന്ദ, ആദ്യമായിട്ടാണ് കണ്ണേട്ടൻ്റെ റൂമിൽ കയറുന്നത്. വാമി പതിയെ വാതിൽ തുറന്നു. റൂം കണ്ട വാമി ഒന്ന് ഞെട്ടി. ഇത് റൂമോ അതോ ചന്തയോ? റൂം വൃത്തിയൊക്കെയുണ്ട്, ബട്ട് മുക്കിലും മൂലയിലും ഡ്രസ്സുകൾ കുന്നുകൂടി കിടക്കുന്നുണ്ട്. വാമി ഒരു ചിരിയോടെ ടേബിളിൽ ചായ വെച്ച് റൂം വൃത്തിയാക്കാൻ തുടങ്ങി. ഒരു കൈ വെച്ചാണ് ചെയ്യുന്നത്. ഓ, ഇപ്പോൾ വൃത്തിയൊക്കെ ഉണ്ട്, റൂം കാണാം. അല്ല, കണ്ണേട്ടൻ്റെ എവിടെ പോയി? ബാൽക്കണിയുടെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് വാമി അങ്ങോട്ടേക്ക് പോയി. വാമി ചെന്നപ്പോൾ അർജുൻ ഫോൺ വിളിക്കുമായിരുന്നു. അർജുൻ ഫോൺ വെച്ച് തിരിഞ്ഞതും വാമിയെ പിറകിൽ കണ്ടു. എന്താടാ, പതിവില്ലാത്തതാണല്ലോ ഇങ്ങോട്ടുള്ള വരവ്. അതെന്താ, എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലേ? വരാൻ പറ്റുമല്ലോ. വാമിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അർജുൻ വാമിയുടെ കണ്ണുകളിൽ നോക്കി വാമിയോടായി പറഞ്ഞു. ഒരു നിമിഷത്തേക്ക് വാമിയും അർജുൻ്റെ ആ വെള്ളാരം കണ്ണിലേക്ക് നോക്കി നിന്നു, അതീവ പ്രണയത്തോടെ.